ഒന്നുമില്ല, കുഴപ്പമില്ല. എന്താളിയാ? അവനൊന്നും അറിയാത്ത പോലെ ആളെ വിട്ട് തല്ലിച്ചിട്ടും പോലെ അവന്റെ അഭിനയം കണ്ടില്ലേ? ഒന്നും പറയണ്ട, രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ അവന്റെ കുറ്റം പറയാനായിട്ട്. ഇപ്പൊ സമാധാനമായല്ലോ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്. അളിയാ, ആരാളിയാ തല്ലിയത്? റിഹേഴ്സൽ ലൈനിലെ ഒരു ചന്ദ്രനല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ. ഓ, സമാധാനമായല്ലോ. എന്നെ എന്തൊക്കെ ആവശ്യമില്ലാത്ത പോലെ കാര്യങ്ങൾ പറയല്ലോ കേട്ടോ. അവനെന്തിനാ തല്ലിയത്? ഞാൻ ഒരു ലിസ്റ്റ് രാവിലെ കാണിച്ചില്ലേ ഈ നമ്മുടെ ഈ ഫീസ് ഇത് ക്യാഷ് അടയ്ക്കാത്തവരുടെ വീടുകളിൽ പോയിട്ട് ഫീസ് വരുന്ന ദിവസമായിരുന്നു. 2 ദിവസം വാൺ ചെയ്യായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ ഫീസ് വരാൻ ചെല്ലുമ്പോൾ അയാളും ഒരു 2-3 കൂട്ടുകാരും കൊണ്ടായിരുന്നു. നീ ഫീസ് വരാൻ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എനിക്കെൻ്റെ ജോലി തന്നെ പറ്റുള്ളൂ. ഞാൻ ഊരാൻ ചെല്ലുന്ന അവന്മാർ 3 പേരുടെ എൻ്റെ ഹോളിലും കയറി. നീ ഒറ്റയ്ക്കായിരുന്നു അപ്പോ? ഞാൻ ഒറ്റയ്ക്ക്. ഇത് ഭയങ്കര തോന്നിയാസമാണല്ലോ. അവനവന്റെ ജോലി ചെയ്യണ്ടേ? ഇതിങ്ങനെ ഇട്ടാൻ പറ്റില്ല. നീ എഴുന്നേറ്റ് വന്നേ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. വേണ്ടടി, അത് ഒരു പരാതി കൊടുക്കേട്ടാ. വെറുതെ അത് പൊല്ലാപ്പാണ്. വെറുതെ അതിന്റെ പിറകെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊരു വയ്യ. അളിയൻ പറഞ്ഞത് ശരിയാ. നമ്മൾ ആവശ്യമില്ലാതെ എടുത്ത് ചാടിയുണ്ടല്ലോ. അവന്മാർ ഗൾഫുകാർ അവരൊക്കെ വെള്ളം അടിച്ചിട്ട് ഇനിയും നമ്മളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഓ, അത് ശരി. അപ്പൊ ഇതിന്റെ പിന്നാലെ പോയ കുടുങ്ങുന്ന അറിയാലേ? എടാ, തല്ലുകൊണ്ടതേ പാലയിലെ മത്തായിയുടെ മകൻ ക്ലീറ്റോയ്ക്കല്ല, ധീരജവൻ വീരഭദ്രൻ നായരുടെ മകനാ. ചോരക്ക് ചോര ചോദിക്കണം, പകരം ചോദിക്കണം. വാടാ. ആവശ്യമില്ലാതെ എടുത്ത് ചാടാൻ കാണിക്കരുത് കേട്ടാ. അതെ അളിയാ, നമുക്ക് ആശുപത്രിയിലോട്ട് പോകാം. എന്തോ ക്ലീറ്റോ ചേട്ടാ ഇത്? അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് വഴക്കെടുന്നത് പോട്ടെന്ന് വെക്കാം. ഇത് കണ്ടവന്മാരെ കൊണ്ട് തല്ലിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്ത് കഷ്ടമായത്. ഒന്നും പറയണ്ട ക്ലീറ്റോ, ഞാൻ കൂടെ അത് ഇറങ്ങിപ്പോക്കോ. അതെ, എനിക്ക് ആകെ ഒരെണ്ണുള്ളൂ. അതിനോട് നിങ്ങൾ ഈ തോന്നിയ ദിവസം കാണിക്കാൻ നിങ്ങൾ ഓർത്തോ? നിങ്ങൾ കാലാക്കി വെക്കോ. ഇവിടെ ആരുമില്ല നിങ്ങളുടെ. ഞാനിവിടെ 1-2 പറഞ്ഞ് വഴക്കെടും എന്നിട്ട് ഈ മാതിരി തോന്നിയ ദിവസം ഞാൻ കാണിക്കില്ല. നീ കാണിക്കൂടാ. നിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ നിനക്ക് കുടുംബം ബന്ധമൊന്നുമില്ല. ആ ചന്ദ്രനെ കൊണ്ട് നിന്റെ പാർട്ടിക്കാരാണ് തല്ലിച്ചുണ്ടാവുക. അമ്മാവൻ അളിയാ, അളി ഇതൊന്നും വിശ്വസിക്കരുത്. എല്ലാവർക്കും അറിയാൻ ക്ലീറ്റോ എന്താ സംഭവിച്ചേക്കണേന്നുള്ളത്. കൂടുതൽ ഇനി നിന്ന് ന്യായീകരിക്കണ്ട. രാവിലെ തുടങ്ങിയത് അങ്ങോർക്ക്. അവനെ കണ്ട, അവന്റെ തലവട്ടം കണ്ട അവനെ കടിച്ചു കീറാൻ ചെല്ലും. നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തവൻ? നീ ആവശ്യമില്ലാത്തതാണത്. പറഞ്ഞു അവനെ കൊന്നെടുക്ക്, അപ്പൊ സമാധാനമാവുമല്ലോ. ഇങ്ങനൊരു സാധനം അവനൊന്നും ആയിരിക്കില്ല. അത് പറഞ്ഞില്ല, ആ ഗൾഫുകാരന്റെ വീട്ടിൽ പോയിട്ടില്ലേ. നീ ക്ലീറ്റോ അല്ലെങ്കിലും ക്ലീറ്റോന്റെ നാവുകൊണ്ടിട്ടേ വരുള്ളൂ. അവനല്ലെന്നേ, ഞാൻ തന്നെ ഇതൊക്കെ കാണണ്ടേ? ആ കാലിൽ എന്താന്ന് വെച്ചാ വെച്ച് കേട്ട് അവൻ ആരാന്നൊന്നും അറിയണല്ലോ. പിടിക്കുന്നു വേണ്ട, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചേച്ചി ഞാൻ അറിഞ്ഞിട്ടല്ലോ. നടരാജൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിക്കും. അളിയനെ തല്ല് കിട്ടിയത് നേരെ പാർട്ടി ഓഫീസിൽ ചെന്ന് ആഘോഷിക്കാവും. അപ്പൊ കൂട്ടുകാർ ഓരോരുത്തർ എന്നെ വിളിക്കും. അല്ല, നമ്മൾ തെറ്റിദ്ധരിച്ചതാ. ക്ലീറ്റോ ആരുമായിട്ടും അവിടെ വഴക്കുണ്ടാക്കി അടിച്ചെന്നൊക്കെ പറയണ. മറ്റേ ചന്ദ്രന്. നിന്നെ തല്ലിയോനെ? അവിടെ എന്തോ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോണുണ്ടോ അങ്ങോട്ട്? ഒന്നും ഉണ്ടായിരിക്കണേ. ക്ലീറ്റസ് പോയിട്ട് ചന്ദ്രനെ തല്ലേ നടക്കണ വല്ല കാര്യം പറയും. അല്ല, സത്യമാണ്. നീ ഒന്ന് വിളിച്ചു നോക്കുന്ന. എന്നിട്ട് അവൻ എവിടെയെന്ന് പറഞ്ഞാ? ഇല്ല, എനിക്ക് ക്ലീറ്റോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നീ ഒന്ന് പോയി അന്വേഷിക്കടാ, എനിക്ക് പേടിയാവുന്ന. ക്ലീറ്റോ, എന്താ പറ്റിയ? നടരാജൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, തല്ലിയില്ലേ ചന്ദ്രൻ, അവനൊരെണ്ണം കൊടുത്തു. ഒന്നുമില്ല, നിന്നെ തല്ലിയെന്ന് കേട്ടപ്പോഴേ എനിക്കെന്തോ എൻ്റെ ഉള്ളിലൊരു എനിക്കങ്ങോട്ടൊരു സമാധാനമില്ല. മാത്രമല്ല, ചിലരിവിടെ ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ മണ്ടയിൽ അങ്ങനെ വെച്ച് ചാർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതെനിക്ക് വിഷയമല്ല. അല്ലേ, ഞാൻ അവനെ വീട്ടിൽ ചെന്ന് വിളിച്ചിറങ്ങി. ഞാൻ ചോദിച്ചു എന്തിനാ തല്ലിയെന്ന് ചോദിച്ചു. അപ്പോൾ അത് ക്ലീറ്റസേ, ഞാൻ സ്മോള് കഴിച്ചിരുന്നു, അതിൻ്റെ പുറത്ത് അറിയാതെ തല്ലിയതാണ്. അപ്പം തന്നെ ഞാൻ ഒരെണ്ണം അങ്ങോട്ട് കരണക്കുറ്റിക്ക് ഇട്ട് കൊടുത്തു. ഞാൻ ഇപ്പോൾ ബോധത്തോടെയാണ് തല്ലിയത്, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു.
കുറെ അവന്മാരുണ്ടളിയാ, രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബോധമില്ലാതെ അങ്ങനെ പറയണം ഇങ്ങനെ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് നമ്മളൊന്നും കള്ളു പിടിക്കാത്ത പോലെ. എന്തായാലും ഇപ്പോഴാണ് നീ ഒരു ആൺകുട്ടിയായത്, ഹവീൽദാറുടെ മരുമകനായത്, അളിയനും ആയത്. അപ്പോൾ ഞാനും എൻ്റെ അളിയനും കൂടെ ഒന്നും രണ്ടും ഒക്കെ പറയും, വഴക്ക് കൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലളിയാ കൊച്ചു വർത്താനൊക്കെ പറയും. എന്ന് വെച്ചിട്ട് പുറത്തുനിന്ന് ഒരുത്തം വന്ന് ഞങ്ങളെ അങ്ങനെ അങ്ങ് തല്ലാൻ വന്നാലേ നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല അല്ലളിയാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.